നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് 15 അല്ലി, ഇഞ്ചി കൊത്തിയരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, സവാള നീളത്തിലരിഞ്ഞത് 8 എണ്ണം, കറിവേപ്പില 2 തണ്ട് എന്നിവ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി വഴറ്റിയ ശേഷം തീ ഓഫ് ചെയ്ത് ചൂട് മാറാനായി വെക്കാം. ചൂട് മാറിയ ശേഷം ഇവ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കാൻ പാടില്ല. നന്നായി അരച്ചെടുത്ത ഈ പേസ്റ്റ് തീ ഓൺ ചെയ്ത ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം. അരപ്പ് നന്നായി ചൂടായി കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളകുപൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 5 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ എന്നിവ ഓരോന്നായി മാത്രം ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി മൂത്തുകഴിയുമ്പോൾ ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ വെന്തു കഴിയുമ്പോൾ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം 10 മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 5 മിനിറ്റ് കൂടി അടച്ചുവെക്കണം. 5 മിനിറ്റിനു ശേഷം 4 കപ്പ് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിയ ശേഷം 15 മിനിറ്റ് മീഡിയം തീയിൽ അടച്ചുവെച്ച് വേവിക്കണം.